ഇത് നമ്മുടെ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്. ബുദ്ധനും രാമനും ഭരിച്ച രാമരാജ്യമാണ്. ഇവിടെ മറ്റൊരു മതത്തിനും ഹിന്ദു മതത്തിന്റെ പ്രസക്തിയില്ല. നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചെടുക്കണം. അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്കും ബഹളം എന്ന് കരുതി നമ്മൾ സാരമാക്കാണ്ടിരുന്നൂടാ. ആ കള്ളക്കാഫറിങ്ങള് പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു കൂടുന്നില്ല. കരുതി നിൽക്കണം. ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ, ഓരോ തക്ബീർ. ഓം കരി, 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 ഓം കരി. തൊട്ട് കളിച്ചെന്നാൽ പള്ളി തൊട്ട് കളിച്ചെന്നാൽ പള്ളി തൊട്ട് കളിച്ചെന്നാൽ പള്ളി തൊട്ട് കളിച്ചെന്നാൽ എന്റെ ദൈവമേ, ഇവരെ രക്ഷിക്കാൻ ആരെ കൊണ്ടുപോകും? കിടുത്തിയും പേമാരിയും വീണ് പേരോടെ നശിച്ച് ഇവരിനി പഠിക്കൂ. മനംനൊന്തുരുവിട്ട ആ ശാപവരസ്സുകൾ സത്യമായി. മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സുരി. ആ കണ്ണുനീർ ശാപത്തിന്റെ പേമാരിയായി ഒഴുകി. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. അവൻ ആകാശത്തു നിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആകാശത്തിന്റെ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സകലതിനെയും നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി. അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു.
ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കടുത്ത് നങ്ങ്യാർതൊടി കുടിയേറ്റ കോളനി ആകെ നശിച്ചുപോയി. പരിസര പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി. പാടശേഖരങ്ങളും വൻമരങ്ങളും കുത്തിയൊഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി. മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. നിസ്സഹായരായി പ്രത്യാശയത്തിൽ നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട്. ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ. എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. 100 കണക്കിനടി ആഴത്തിലിവിടെ മണ്ണിളകി പോയിട്ടുണ്ട്. സമീപഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല. അടുത്തുള്ള അധിവാസയോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ്. നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള കണിയാൻ കുന്നിലെ പുറമ്പോക്ക് താഴ്വരയാണ്. ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും. അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും കൃഷി ഇറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും. അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം. നിങ്ങളിൽ ഒരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം. ഞങ്ങൾ ഇവിടം വിട്ട് എവിടേക്കുമില്ല. ഒരു ചെറുനാമ്പ് പോലും കിളിർക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ്. നാളെയെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ. ആ ചിന്ത തെറ്റാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ. അതാണ് ഏറ്റവും വലിയ ബലം. അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും. സാറന്മാര് പറഞ്ഞത് ശരിയാണ്. ദൈവവിധിയാണ് സംഭവിച്ചത്. നമ്മൾ ഇവിടെ വിട്ടു പോയേ മതിയാവും. ഈ മലമ്പ്രദേശം 100 മേനി വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും കണിയാൻ കുന്നിന്റെ താഴ്വര പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും. ഞങ്ങൾ തയ്യാറാണ് സാർ.